ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 40-ാം വെള്ളിയാഴ്ച നമുക്കൊരുമിച്ച് ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ തണലിൽ അല്പസമയം പ്രാർത്ഥനയ്ക്കായി അഭിവന്ദ്യ തിരുമനസ്സിനോടൊപ്പം നമുക്കും ഈ വർഷം അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വേഗത്തിലാണ് ഈ ഒരു വിളി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടേക്കൊന്ന് കടന്നു വരണമേ എന്നുള്ളത് പ്രിയ അച്ഛനിൽ കൂടി ലഭിച്ചത്. കാരണം VBS ഒക്കെ വളരെ ഭംഗിയായി ഇവിടെ നടന്നു. എൻ്റെ സമാപന വേളയിലെ ഫോട്ടോയാണ് ഞാൻ ലാസ്റ്റിൽ കണ്ടത്. ഞാനപ്പോൾ അതിൻ്റെ അങ്ങേ വർഷം ഒരു തവണ VBSൽ പങ്കെടുത്തത് ഞാൻ ഓർത്ത് സ്നേഹമുള്ള രതീഷ് അച്ഛനെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാനിവിടെ ഇല്ല എന്നുള്ളത് കരുതിയാണ് എന്നെ വിളിക്കാഞ്ഞത്. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ പിതാവ് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ 93 ദിവസമായി. അപ്പോൾ ഞാൻ BS ഹോസ്പിറ്റലിൽ ഏകദേശം ICUവിൽ 30ഓളം ദിവസം ആയിരുന്നു. ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. ശാരീരികമായിട്ടുള്ള വലിയ പ്രയാസത്തിലായിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ അവസരത്തിൽ ചോദിക്കുന്നു. കരളിനും കിഡ്നിക്കും പ്രോബ്ലമുണ്ട്. അതുകൊണ്ടാണ് വളരെ പ്രയാസത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് കിടക്കയിൽ തന്നെയാണ് ഈ 93 ദിവസവുമായിരിക്കുന്നത്. ഇന്നേ ദിവസം എനിക്ക് ഭവനത്തിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയോടുകൂടി ഞാൻ പോകും എന്നുള്ളത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള അഭിവന്ദ്യ തിരുമനസ് തിരുവനന്തപുരം ജില്ലയിൽ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ തിരുമേനിയെ അറിയുവാനും മനസ്സിലാക്കുവാനും കൂടെ പ്രവർത്തിക്കുവാനും സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. തിരുവല്ല മേഖലകളിലൊക്കെ ഒരു തിരുമേനിയെ കാണുന്നതിന് നമ്മൾ ആദ്യമേ സഭാ സെക്രട്ടറിയച്ചിനെ വിളിക്കണം, അപ്പോയിൻമെൻ്റ് എടുക്കണം. 10 മണിക്ക് വരാൻ പറഞ്ഞാൽ ഒരു 11:30 കഴിയുമ്പോൾ ഒന്ന് കാണാൻ പറ്റും. 1-2 വാക്കുകൾ പറഞ്ഞ് വളരെ വേഗത്തിൽ നമ്മുടെ സമയം തീരും. എന്നാൽ തിരുവനന്തപുരത്തേക്ക് വന്ന് ഇവിടെയുള്ള തിരുമേനിമാരെ കാണുവാനും വളരെ സൗഹൃദപരമായി സംസാരിക്കുവാനും ഒരു തിരുമേനി അച്ഛൻ എന്ന രീതിയിലില്ലാതെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഇടപെടുവാനും പ്രാർത്ഥനയിലായിരിക്കാനും സാധ്യമായിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രിയ നമ്മുടെ തിരുമനസ്സാണ്. ഞാനെപ്പോഴും ഞങ്ങളുടെ സിൽവാനസ് തിരുമേനിയോട് പറയുകയുണ്ടായി, അടുത്ത് കിടക്കുന്നതുകൊണ്ട് എപ്പോഴും പോകുവാനും വരുവാനും ഒക്കെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഇവിടുത്തെ അച്ഛന്മാർ ഏറ്റവും സ്നേഹമുള്ള രതീഷത്തിനൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ സഹോദര തുല്യനായി സ്നേഹം ഈ നാടുകളിൽ ലഭിക്കുന്നു. ശുശ്രൂഷയിൽ കൈപിടിച്ചു നിർത്തുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആമുഖ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. നോമ്പിൻ്റെ കാലഘട്ടമാണ്. നമ്മളൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ 40 ദിവസക്കാലം ചില ആഹാരങ്ങളൊക്കെ വെടിഞ്ഞ് പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തിലും ഞാനൊരു ദിവസം നമ്മുടെ ശുശ്രൂഷയിൽ വന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നു. അപ്പോഴും ഓർമ്മപ്പെടുത്തി, നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ കാലമാണ്. നമ്മുടെ സഭയുടെ തിരുമേനി, ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള അച്ഛന്മാരെ ഈ നോമ്പിൻ്റെ 1-ാം ദിവസം ഉച്ചയ്ക്കൊരു പ്രാർത്ഥന കവടിയാർ ഞങ്ങളുടെ അരമനയിൽ വെച്ച് നടത്തി എന്നെ ഇപ്രാവശ്യം വളരെ സ്വാധീനിച്ചൊരു കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് മുൻപ് തിരുമേനി പ്രസംഗിക്കുവാനായിട്ട് വരുന്നതിന് മുൻപ് ഒരു ക്ഷമാപണം നടത്തി. കാരണം ഈ നോമ്പ് കാലഘട്ടത്തിൽ എത്ര ഇറച്ചിയോ മീനോ മുട്ടയോ ഇപ്പോൾ പറഞ്ഞതുപോലെ ചായ പോലും വെടിഞ്ഞാലും മറ്റുള്ളവരോട് ഒരു ക്ഷമാപണം, ഒരു ശത്രുതയില്ലായ്മ, ഒരു ക്ഷമ ഇതില്ലെങ്കിൽ ഈ നോമ്പുകാലം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സഭയുടെ തിരുമേനിയാണ്. അച്ഛന്മാരോട് പറഞ്ഞു, എന്നിൽ നിന്നും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കും. തീർച്ചയായും അതൊരു വലിയ മാതൃകയായിരുന്നു അച്ഛന്മാർ വിശ്വാസികൾ കുഞ്ഞുങ്ങളോട്. കാരണം പദവി എന്നുള്ളതല്ല ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് മിണ്ടാതിരുന്നിട്ടോ, കുഞ്ഞുങ്ങളോട് മിണ്ടാതിരുന്നിട്ടോ, സഹോദരങ്ങളോട് മിണ്ടാതിരുന്നിട്ടോ ഒന്നും ഈ നോമ്പുകാലം അല്പം ആഹാരം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്തൊരു പ്രയോജനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആരോടെങ്കിലും വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ അത് ക്ഷമിക്കുവാനും അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധ്യമാകണം. അതാണ് തിരുമേനി നോമ്പ് കാലഘട്ടം ആരംഭിച്ചപ്പോൾ ഞങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയുണ്ടായത്.
അതുകൊണ്ട് നോമ്പ് കാലഘട്ടം സ്നേഹത്തിൻ്റെ കാലഘട്ടവുമാണ്, സൗമ്യതയുടെ കാലഘട്ടമാണ്, ക്ഷമയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ 40 ദിവസക്കാലം നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ശക്തി ആർജിച്ചു. ഇനി അടുത്ത 10 ദിവസക്കാലം നമ്മൾ പീഡാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇത്രയും നാൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് കുമ്പിടിൽ ശുശ്രൂഷകൾക്കും ഉപവാസ പ്രാർത്ഥനകൾക്കും ദൈവസന്നിധിയിൽ കൂടുതൽ സമയം കണ്ടെത്തുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാ വാക്യവും നമുക്ക് വായിക്കേണ്ട, 6-7 വാക്യങ്ങൾ മാത്രം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ജീവന്റെയും ജീവിതത്തിന്റെയും മേൽ അധികാരമുള്ള ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ 40-ാം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ 40 ദിവസക്കാലം കർത്താവ് മരുഭൂമിയിൽ കഷ്ടങ്ങൾ സഹിച്ച് ഭാരങ്ങൾ സഹിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സൂക്ഷിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ 40 ദിവസക്കാലം ചില ജീവിത ചോദ്യങ്ങളോട്, ചില വെല്ലുവിളികളോട്, ചില പ്രയാസങ്ങളോട്, ചില മാനസികമായ ബുദ്ധിമുട്ടുകളോടൊക്കെ വിട പറയുവാനും പുതിയ ജീവിതത്തിലേക്ക് കർത്താവെ ഞങ്ങൾ പ്രവേശിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. കടന്നുവന്നിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ ആവശ്യങ്ങളോട് ദേവാലയത്തിൻ്റെ തണലിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ അറിയുന്ന, ഞങ്ങളെ മനസ്സിലാക്കുന്ന, ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന, ഏതാൾക്കൂട്ടത്തിനിടയിൽ ഇരുന്നാലും ഞങ്ങളെ വ്യക്തിപരമായി തിരിച്ച് അറിയുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുക്കത്തോടു കൂടിയായിരിക്കുന്നു. കുരുടനായ മനുഷ്യനോട് പറഞ്ഞ വാക്ക് അവൻ അനുസരിച്ചപ്പോൾ ദൈവസന്നിധിയിൽ അവൻ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുവാനും അനുസരിക്കുവാനുമുള്ള പ്രാപ്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. നോമ്പ് ആരംഭിച്ചപ്പോൾ മുതൽ വിശുദ്ധ ഞായറാഴ്ചകളിൽ വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗമായിട്ടൊക്കെ നമ്മൾ വായിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ വായിച്ച ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. തീർച്ചയായും മറ്റൊരു സഭകൾ 40-ാം വെള്ളി സീനിയർ സിറ്റിസൺ ഡേ ആയിട്ടും വിശുദ്ധ കുർബാനയൊക്കെ അവർക്ക് വേണ്ടി അർപ്പിക്കുന്നുണ്ടല്ലേ. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ചേർന്നായിരിക്കാൻ നമുക്കും ഒരവസരം നൽകിയിരിക്കുക. അടുത്തൊരു വർഷം വരെ നമ്മളെ പരിപാലിക്കേണ്ടതിന് നമുക്ക് ദൈവം ശക്തി നൽകുമെന്നുള്ള പരിപൂർണമായ വിശ്വാസവും പ്രത്യാശയുമാണ് നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നത്. കർത്താവ് 40 ദിവസക്കാലം ഉപവസിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നേരിടേണ്ടി വന്നത് എന്താണ്? പരീക്ഷകളാണ്. വളരെ വ്യക്തമായി തിരുവചനത്തോട് ചേർന്ന് ആ പരീക്ഷകളെ അതിജീവിക്കുവാൻ കർത്താവിന് സാധ്യമായി എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന വലിയ ഉപദേശം. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ ഒന്ന് വെല്ലുവിളിക്കുമ്പോൾ, നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കഴിവുകൾ തെളിയിക്കുവാൻ നമ്മൾ ശ്രമിക്കും. നിനക്കത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റും, ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടൊപ്പം രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? ഒരു വലിയ ക്ഷമയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുവാൻ, വലിയ ദൈവിക ഉപദേശങ്ങളോടുകൂടി മറ്റുള്ളവരെ നയിക്കുവാൻ വേണ്ടിയാണ്.
കർത്താവിന്റെ മാനിഫെസ്റ്റോയിൽ നസറേത്ത് നയപ്രഖ്യാപനത്തിൽ പറയുന്നത് പോലും എന്താ? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ വിടുവിക്കുക. ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമി ഒരു സ്വർഗമാക്കി മാറ്റുക. ഇത്തരത്തിലുള്ള കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിപ്പോകുമ്പോൾ നമ്മളും ഒരു വലിയ സ്വർഗത്തിലായിരിക്കുക. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. ഒന്നാമത്തെ പരീക്ഷ എന്തായിരുന്നു? ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ പറയുക. ആദ്യത്തെ ഉപവാസത്തിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എന്താ? ഭക്ഷണമാണ്. സാത്താൻ ആ ഒരു പരീക്ഷയുമായിട്ടാണ് അടുത്ത് വരുന്നത്. അപ്പോൾ കർത്താവോട് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഇന്ന് ഭൗതികമായ അപ്പങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭൗതികമായ അപ്പങ്ങൾ എവിടെയാണ് ലഭിക്കുന്നത്? ഇന്ന് ഭൗതികതയ്ക്ക് വേണ്ടി ബന്ധങ്ങളെ പോലും ചിതലീകരിക്കുന്ന മക്കളുടെ, അമ്മമാരുടെ, പിതാക്കന്മാരുടെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഏകദേശം ഒരു ഗ്രൂപ്പിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല, അല്ലേ? എല്ലാവർക്കും അപ്പമാണ് പ്രശ്നം. ഇവിടെ കർത്താവ് പറയുന്നു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കും. എന്നാൽ ദൈവവചനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് വ്യക്തമായി നമ്മളെ ഓർക്കുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഉപമയിലും അതാ നമ്മളെ ഓർമ്മപ്പെടുന്നത്. ഭൗതികമായ ആത്മീയമായ ഭക്ഷണം കൊടുത്തു, ദിവസങ്ങളായി, സമയങ്ങൾ കഴിഞ്ഞ് അവർക്ക് ഭൗതികമായ ഭക്ഷണം വിളമ്പുകയും. രണ്ടാമത്തെ പരീക്ഷ എന്താ? ഈ ദേവാലയത്തിന്റെ മുകളിൽ പോയി താഴേക്ക് ചാടുക. വിസ്മയ കാഴ്ചകളിൽ കൂടി മനുഷ്യരെ ആകർഷിക്കുവാനുള്ള ഒരു പ്രലോഭനമാണ്. ഇന്ന് എവിടെയാണ് സൗഖ്യം? 2 സ്പീക്കറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, 2 ട്യൂബിന്റെ വെട്ടം കാണുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിക്കും, അവിടെയാണ് ശക്തിയുള്ള ആരാധന, അവിടെയാണ് ദൈവം, അല്ലെ? 91 സങ്കീർത്തനത്തിൽ പറയുന്ന അത്യുന്നതനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ എന്തിനാണ് സ്പീക്കറിന്റെ ശബ്ദം, ട്യൂബിന്റെ വെട്ടം? ഇന്ന് എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ എൻ്റെ കർത്താവ് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഭൗതികമായ അല്ലെങ്കിൽ അവിടെ അത്ഭുതം കാണുമ്പോൾ അവിടെയുള്ള ദൈവമെന്നല്ല. തീർച്ചയായും വിസ്മയ കാഴ്ചകൾ കൊണ്ട് ആരും കർത്താവിനെ അനുഗമിക്കേണ്ട കാര്യമില്ല. ഇന്ന് പലപ്പോഴും വിസ്മയ കാഴ്ചകളാണ് നമുക്ക് ആവശ്യം. പക്ഷേ കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എങ്ങനെയാ? അവസാനതുള്ളി രക്തം വരെയും നൽകിയ. ക്രൂശ് ഒഴിവാക്കുവാനായിട്ട് ഒരുപാട് പ്രേരണകൾ ഉണ്ടായിട്ടും ഈ ക്രൂശ് വഹിച്ചേ തീരും. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി സ്വയം സ്വീകരിച്ച ത്യാഗമാണ് ക്രൂശ്, അല്ലെ? കർത്താവിന്റെ മഹിമയ്ക്കോ കർത്താവിന്റെ ഉയർച്ചയ്ക്കോ ഒന്നുമല്ല ക്രൂശ് സ്വീകരിച്ചത്. മാനവജാതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി സ്വയം സ്വീകരിച്ച ത്യാഗമാണ് ക്രൂശ്. അപ്പോൾ തീർച്ചയായും രണ്ടാമത് ഓർമ്മപ്പെടുന്ന, വിസ്മയ കാഴ്ചകളിൽ ഒരിക്കലും മനുഷ്യൻ മുങ്ങിപ്പോകരുത്, താൽക്കാലികമാകരുത്. മൂന്നാമത്തെ പരീക്ഷ എന്താ? ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം. ഒന്ന് വണങ്ങിയാൽ, അല്ലെങ്കിൽ ചില കുറുക്കു വഴികളിൽ കൂടി അധികാരങ്ങൾ നേടിയെടുക്കുവാനുള്ള മനുഷ്യന്റെ മനോഭാവത്തെ ചിലപ്പോൾ അത് സൂചിപ്പിച്ചേക്കാം. കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് പറയുമ്പോൾ ഒന്ന് നോക്കിയൊക്കെ എഴുതിയാൽ സ്വല്പം മാർക്ക് കിട്ടും. ചില അധികാരവർഗങ്ങൾ എടുക്കുമ്പോൾ കുറുക്കു വഴികൾ കൂടി നേടും. പക്ഷേ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കുറുക്കു വഴികൾ കൂടി നേടിയെടുക്കുന്നതൊക്കെ ഒരുപാട്, അതൊക്കെ താൽക്കാലിക സ്വപ്നങ്ങളും താൽക്കാലിക സന്തോഷങ്ങളുമാണ്. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ ദൈവവചനം കൊണ്ട് നേരിട്ട് തന്റെ ശുശ്രൂഷയിലേക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഓരോ ആഴ്ചകളിലും നമ്മളത് ചിന്തിച്ചു വരുന്നു. അപ്പോൾ ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ ഇവിടെ ഉണ്ടായേക്കാം. നമ്മളൊക്കെ പഴയ നിയമത്തിൽ പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എത്ര തലമുറ വരെയാണ്? തലമുറകൾ നിലനിൽക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു എന്ത് ഉത്തരം പറയുന്നത്? അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി അവനിൽ വെളിവാകുവാനാണ്. ഇനി 11-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 4-ാം വാക്യം, 11:4 യോഹന്നാൻ. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്
ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് പറഞ്ഞു. ഈ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് ഒരുമിച്ചെന്നേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറയുമ്പോൾ മനുഷ്യർക്ക് വരുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താ? കർത്താവേ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഞാൻ ദൈവത്തെ അറിയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ആത്മീയതയിൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ കഷ്ടങ്ങളും ഭാരങ്ങളും എന്നെ വിട്ട് പോകുന്നില്ലല്ലോ. നമ്മൾ എപ്പോഴും ഓർക്കണം, കുശവന് കളിമണ്ണിന്മേൽ പരമ അധികാരമുണ്ട്. അത് കലമാകണമോ, ചട്ടിയാകണമോ, പാത്രങ്ങളാകണമോ, എന്താകണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? കുശവന. പക്ഷേ അത് മെനഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം സൗന്ദര്യം അതിലുണ്ടെന്ന് കുശവന്റെ ആ ഉണ്ടാക്കുന്നതിനനുസരിച്ചിരിക്കും. ഇന്ന് നമുക്ക് വരുന്ന കഷ്ടങ്ങളും ഭാരങ്ങളും നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി കർത്താവിനറിയാം. വേദനകൾ സഹിക്കുവാനുള്ളവർക്കേ അത് നൽകുകയുള്ളൂ. തീർച്ചയായും നമുക്ക് വരുന്ന കഷ്ടങ്ങളും ഭാരങ്ങളും നമ്മൾ അതിജീവിക്കുന്നതിൽ കൂടി ആരാ മഹത്വപ്പെടുന്നത്? ഇവിടെ പറയുന്നുണ്ട്, അതിൽ കൂടി പിതാവ് മഹത്വപ്പെടുകയാണ്, അതിൽ കൂടി പുത്രൻ മഹത്വപ്പെടുകയാണ്. ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നു, ഇവന്റെ അമ്മയപ്പന്മാരോ അവനോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ സ്ഥാപിതമാകണം. ഞാൻ ആദ്യമേ പറഞ്ഞ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചല്ലേ? ദൈവത്തിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് അവർക്ക് അപ്പവും മീനും ഒക്കെ കൊടുക്കാം. അവിടെയും മനുഷ്യരുടെ പങ്കാളിത്തം കർത്താവ് തേടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. അത് നൽകുവാനുള്ള ഒരു മനോഭാവത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നോമ്പുകാലം ഞാൻ പറഞ്ഞു ഒരു പ്രണയകാലമാ, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ കാലമാ. ഇന്നത്തെ പ്രണയമല്ല, ക്രൂശിനെ നോക്കി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഈ നോമ്പ് കാലഘട്ടം, സ്നേഹത്തിന്റെ കാലഘട്ടം. അതുകൊണ്ട് ശത്രുത വയ്ക്കാതെ, അല്ലെങ്കിൽ പിണക്കങ്ങൾ വയ്ക്കാതെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥനയിലായിരിക്കാനും ക്ഷമാപണം നടത്തുവാനും നമുക്ക് സാധിക്കണം. വായിച്ച ഈ ഭാഗത്ത് ചേർന്ന് 2 ചെറിയ ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, ലോകത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത് എന്നുള്ള ചിന്തയാണ് നമുക്കെല്ലാവർക്കും. എങ്ങനെയാണ് ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി മെച്ചമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്? പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തി, കുറുക്കു വഴികളും ചില താൽക്കാലിക സന്തോഷങ്ങൾ നൽകുന്നതിൻ്റെ ഒക്കെ പിന്നാലെ മനുഷ്യൻ യാത്ര ചെയ്തേക്കാം, അല്ലേ? ഒരു സിനിമ കാണുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നു, 2.5 മണിക്കൂർ ലോകത്തിന്റെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ചിലപ്പോൾ അവന് കുറച്ച് സന്തോഷം ലഭിക്കും. ഒരു മദ്യപിക്കുന്ന വ്യക്തിക്കും പറയാനുണ്ടാകും, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി അദ്ദേഹത്തിന് അതിൽ നിന്ന് കുറച്ച് സന്തോഷം ലഭിക്കും. അങ്ങനെയുള്ള ഓരോന്നും അവർക്ക് പറയുവാൻ ഓരോ കാരണങ്ങളുണ്ട്. എന്നാൽ ജീവിതം ധന്യമാകണമെങ്കിൽ ഒന്ന്, നമുക്കൊക്കെ ശരിയായ ഒരു ദിശാബോധം, ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവിലേക്ക് നോക്കിയുള്ള യാത്ര നമുക്ക് ചെയ്യുവാൻ സാധിക്കണം. മർത്തോമാ സഭയിൽ, മർത്തോമാ തിരുവല്ല കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഷാജി ജോർജ് സാറ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. അതിലേറ്റവും നല്ലൊരു പുസ്തകമാണ് ചിത്രശലഭങ്ങളുടെ ഉദ്യാനം എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു 10-25 പാഠങ്ങളുണ്ട് ഓരോ പോർഷനിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ പ്രധാനമായും പറയുവാൻ ആഗ്രഹിച്ച ഒരു ചിത്രശലഭത്തിന്റെ ജനനം ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരു പുഴുവിൽ നിന്നും ഒരു പൂമ്പാറ്റയിലേക്കുള്ള ഒരു യാത്രയുണ്ട്. പുഴുവായിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ഇത് ഓരോ ദിവസവും അത് പ്രാർത്ഥനയിൽ കൂടി രൂപപ്പെടുത്തുന്ന ഒരു സൗന്ദര്യമുണ്ട്. ഈ നോമ്പ് കാലഘട്ടം ആരംഭിക്കുമ്പോൾ നമ്മൾ കേവലം പുഴുക്കളാണ്. എന്നാൽ ഈ നോമ്പ് കാലഘട്ടം അവസാനിക്കുമ്പോൾ മനോഹരമായ ചിറകുകൾ ഈ പൂമ്പാറ്റയ്ക്ക് ലഭിച്ചതുപോലെ നമുക്കും ചില സ്വഭാവ സവിശേഷതകൾ, രൂപമാറ്റങ്ങൾ, ഭാവമാറ്റങ്ങൾ നമുക്കും ഉണ്ടാകണം. അതാണ് നോമ്പിൽ കൂടി നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി 10 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, അല്ലേ? കാരണം ഈ 50 ദിവസക്കാലം ഇറച്ചി വേണ്ട, മുട്ട വേണ്ട, മീൻ വേണ്ട. എന്നാൽ ചിലയിടങ്ങളിൽ മുട്ട കഴിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ചപ്പോൾ അച്ഛന്മാർ സ്ട്രിക്റ്റായിട്ട് പറയും, ഇറച്ചിയും മീനും ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ പലരും ചോദിക്കും, അല്പം മീൻചാറെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു. കാരണം പഠിക്കുന്ന സമയത്ത് അതാണ് നമ്മുടെ ആഗ്രഹം, കഷ്ണം വേണ്ട. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, ഈ നോമ്പ് കാലഘട്ടം ആരംഭിച്ച് ഇനി 10 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ദുഃഖവെള്ളി കഴിഞ്ഞ്
ദുഃഖശനി കഴിഞ്ഞ് ഈസ്റ്ററിനന്ന് രാവിലെ 5 മണിക്ക് കുർബാനയും കഴിഞ്ഞ് നമ്മൾ എന്തിലേക്കാണ് പ്രവേശിക്കുന്നത്? എന്തിലേക്കാ? തലേന്ന് ശനിയാഴ്ച പോയി ചന്തയിലൊക്കെ നോക്കുക, ഏറ്റവും വലിയ പോത്തിനെ എവിടെ കിട്ടിയിരിക്കുന്നത്, ഏറ്റവും നല്ല മട്ടൻ എവിടെ കിട്ടും, ചിക്കൻ എവിടെ കിട്ടും. തിക്കും തിരക്കുമാണ്. വാങ്ങിക്കൊണ്ട് ഈ 50 ദിവസം ഉപേക്ഷിച്ച സാധനം ഒറ്റ നേരം കൊണ്ട് നമ്മൾ കഴിക്കാൻ നോക്കും അല്ലേ? പലയിടങ്ങളിലും അതാ സംഭവിക്കുന്നത്. നോമ്പ് കൊണ്ട് പ്രയോജനമുണ്ടോ? ഇതിനാണ് നമ്മൾ മറ്റുള്ള സഭകളെ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളെ നമ്മളൊന്ന് നോക്കണം. ഇപ്പൊ ഹിന്ദു ഭക്തന്മാർ അത് അവരുടെയും നോമ്പും കാര്യങ്ങളും പ്രാർത്ഥനകളും കഴിഞ്ഞ് അവര് അവസാന ദിവസം കഴിയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ശബരിമലയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തും അല്ലേ? നമ്മളെന്താ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ 50 ദിവസക്കാലം നമ്മൾ രൂപപ്പെടുത്തിയ ചില സവിശേഷതകളുണ്ട്, ചില നല്ല വശങ്ങളുണ്ട്. അത് എത്രത്തോളം ജീവിതത്തിൽ വീണ്ടും യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒന്നിവിടെ ഓർമ്മപ്പെടുത്തുക, നമുക്ക് ഒരു ശരിയായ ദിശാബോധം ഉണ്ടായിരിക്കണം. നമ്മൾ ജസ്റ്റ് വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പൂത്ത് നിൽക്കുന്നതുണ്ട്. എല്ലാത്തിനും ഒരു നോമ്പ് കാലഘട്ടമുണ്ട്. ഇലകൾ പൊഴിഞ്ഞ് പുതിയ രൂപത്തിലേക്ക് വരുന്നൊരു ഭാവം. അപ്പോൾ ഒരു ചെടി തണലിൽ നിൽക്കുമ്പോൾ എവിടെയാണ് അല്പം സൂര്യപ്രകാശം, അവിടേക്ക് വളരും. അല്പം വളമുണ്ടായാലും അതിനെ അന്വേഷിച്ച് അതിനൊരു ദിശാബോധമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നമുക്കും ഒരു ദിശാബോധം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ആ ദിശാബോധം എവിടേക്കുള്ള ക്രിസ്തുവിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ സാധിക്കണം. ഇവിടെ കാഴ്ചയില്ലാത്ത ഈ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ശരിയായ ദിശാബോധം അവനെ നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് കണ്ണടച്ച് ഇവിടുന്ന് ആ വാതിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം നമ്മളൊന്ന് തുറന്ന് നോക്കും, എവിടെയെങ്കിലും തട്ടാൻ പോകുന്നുണ്ടോ അല്ലേ? നമുക്കൊരു ശരിയായ ദിശാബോധം പെട്ടെന്ന് ലഭിക്കുകയില്ല. എന്നാൽ ഈ കാഴ്ചയില്ലാത്ത ഈ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പറയുന്നത് മറ്റുള്ളവരുടെ ആഗ്രഹത്തിലും മറ്റുള്ളവർ കൊണ്ടുപോകുന്ന ഇടങ്ങളിലേക്കും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്കും സ്വയം അലിഞ്ഞു ചേരുവാൻ വിധിക്കപ്പെട്ടവനായി ഇവൻ ഇവിടെ നിൽക്കുകയാണ്. യേശുവിനെ കുറിച്ചൊരു കേട്ടറിവോ, യേശുവിൽ അതുവരെ ഒരു വിശ്വാസമോ, ആരാണ് യേശു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമോ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത് അടുത്ത ഭാഗത്ത് നമുക്കത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ ആ ഒരു ദിശയ്ക്കനുസരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഈ മനുഷ്യന് ജീവിതം ധന്യമാകുവാൻ അവൻ തന്നെ ജീവിതത്തിൽ കൂടി കാട്ടിത്തരുന്ന ശരിയായ ഒരു ദിശാബോധമുണ്ടെങ്കിൽ, ക്രിസ്തുവിലേക്ക് ഒരു വീക്ഷണമുണ്ടെങ്കിൽ, ഒരു യാത്രയുണ്ടെങ്കിൽ നമ്മുടെയും ജീവിതം ധന്യമാകും. ഇന്നത്തെ യുവതലമുറയെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ എന്തുമാത്രം കേട്ടുകേൾവിയില്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് അല്ലേ? ബന്ധങ്ങൾ എവിടെയാണ് ഇപ്പോൾ ബന്ധനങ്ങളായി മാറിയിരിക്കുന്നത്? പണ്ട് അപ്പൻ ദൂരത്തുനിന്ന് വരുന്നു എന്ന് കേൾക്കുമ്പോഴേ വീട്ടിനകത്ത് കയറി വെറുതെയെങ്കിലും പുസ്തകം എടുത്ത് തുറന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അപ്പൻ വരുന്നു എന്ന് പറയുമ്പോൾ വന്നു പോട്ട്, അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണം? ലഹരിയുടെ പിടിയിലാണെന്ന് പലപ്പോഴും സഭകളായി സംഘടനകളായി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ക്യാമ്പയിനുകൾ ഈ നാടുകളിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതിനു വേണ്ടിയാണ് അടുത്ത തലമുറ അലസരായി പോകരുത്. ഇന്ന് മാതാപിതാക്കൾ ചെയ്ത ജോലികൾ ചെയ്യുവാൻ കുഞ്ഞുങ്ങൾക്ക് മടിയാണ്, അധ്വാനിക്കുവാൻ മടിയാണ്. കാരണം പെട്ടെന്ന് ജീവിതം ധന്യമാക്കുവാനുള്ള തുറക്കു വഴികൾ കൂടി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ 60% യുവജനങ്ങളും. എന്നാൽ ഇന്ന് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദൈവമാണ് എൻ്റെയും ദൈവമെന്ന് പറഞ്ഞ് എത്ര കുഞ്ഞുങ്ങൾ ദേവാലയങ്ങൾ മുടങ്ങാതെ, പ്രാർത്ഥനകൾ മുടങ്ങാതെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നുണ്ട്? വളരെ കുറവാണ്. തീർച്ചയായും അന്യപ്പെട്ടു പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതത്വത്തിൻ്റെ മറവിലായിരിക്കാൻ നമ്മൾ തീർച്ചയായും ശക്തമായി പ്രാർത്ഥിക്കണം. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, ശരിയായ ദിശാബോധം ഏതൊരു മനുഷ്യനും ലഭിച്ചെങ്കിൽ മാത്രമേ ജീവിതം താൽക്കാലികമല്ല, എപ്പോഴും ധന്യമായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, ജീവിതം ധന്യമായി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ മനുഷ്യനോട് 11-12 വാക്യങ്ങളിലൊക്കെ അയൽക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ്? ഇതുവരെ നീ അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനല്ലയോ? ഇതുവരെ നീ 4 പേരോട് കൈനീട്ടിക്കൊണ്ടിരുന്ന മനുഷ്യനല്ലയോ? നിനക്ക് കണ്ണ് കാണത്തില്ല എന്ന് നീ തന്നെ പറഞ്ഞതല്ലയോ? എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്. ജീവിതം ധന്യമാക്കുവാൻ സഹായിക്കുന്ന രണ്ടാമത്തെ ചിന്തയാണ് ദൈവസന്നിധിയിൽ എപ്പോഴും സാക്ഷ്യമുള്ളവരായിരിക്കുക എന്നുള്ളത്. ദൈവം നമുക്ക് ചെറുതും വലുതുമായി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായി, സാക്ഷ്യമുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായിരിക്കണം.
ഇവിടെ 6-7 വാക്കുകൾ ഞാൻ ഓർമ്മപ്പെടുത്തി. ദൈവത്തെ യേശുവിനെ കുറിച്ചൊരു അറിവ് ഈ മനുഷ്യനില്ലായിരുന്നു. അതാണ് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ 11ഉം 12ഉം വാക്യങ്ങളിൽ അയൽക്കാരും ചുറ്റുപാടുമുള്ളവരും ഒക്കെ ചോദിച്ചു, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയാണ്? അപ്പോൾ അവൻ എന്താ പറയുന്നത്? വായിച്ചാട്ടെ 12ാമത്തെ വാക്യം. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് 11 കൂടെ. യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി. ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. അല്ലെ? ആ വാക്യം വായിച്ചപ്പോൾ നമുക്കിത് മനസ്സിലായി. യേശുവിനെ കുറിച്ചൊരു കേട്ടറിവും അവര് ദൈവപുത്രനാണെങ്കിൽ ഒരിക്കലും യേശു എന്ന് പേരുള്ള മനുഷ്യൻ എന്ന സംബോധന ഒരിക്കലും ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, യേശുവിനെ കുറിച്ചൊരു കേട്ടറിവോ വലിയ അറിവോ ഒന്നുമില്ല. പക്ഷേ ഏതൊരു വിശ്വാസിക്കും ആവശ്യമായ 2 കാര്യങ്ങൾ ഈ മനുഷ്യനിവിടെ കാട്ടിത്തരുന്നുണ്ട്. എന്തൊക്കെയാ? 1, ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ട്. 2, ദൈവസന്നിധിയിൽ നല്ല അനുസരണ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അല്ലേ? ഇവിടെ നീ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ എന്തിനു കഴുകണമെന്ന് ചോദിച്ചവിടെ നിന്നില്ല. അവനുള്ളിലൊരു വിശ്വാസവും ഒരു അനുസരണയും ഉണ്ടായിരുന്നു. നമ്മുടെ പേരോ വിവരമോ കുടുംബ മഹിമയോ സാമ്പത്തികമോ വിദ്യാഭ്യാസമോ ഒന്നും കർത്താവിന് വേണ്ട. എന്താ വേണ്ടത്? ദൈവസന്നിധിയിൽ ശക്തമായ വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം. 2, കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുള്ള ഒരു വലിയ മനോഭാവം. ഈ നോമ്പ് കാലഘട്ടത്തിൽ കുറച്ചുകൂടി മൂർച്ചയുള്ളതാക്കി തീർക്കുവാൻ അത് സാധ്യമാക്കണം. വിശ്വാസത്തെ മൂർച്ച കൂട്ടണം, അനുസരണത്തെ മൂർച്ച കൂട്ടണം. തീർച്ചയായും കർത്താവ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നമുക്കും നമ്മളുടെ നടക്കാത്ത പല കാര്യങ്ങളും നമുക്ക് നടത്തുവാൻ സാധ്യമാകും. നോമ്പ് കാലഘട്ടം ആരംഭിച്ചപ്പോൾ ഞാനും എൻ്റെ ഇടവകയിൽ പറഞ്ഞു, 2 പള്ളികളാണ് എനിക്കുള്ളത്. നോമ്പ് കാലഘട്ടം ആരംഭിച്ച് നമുക്ക് നടക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ ഈ 50 ദിവസം ഉപവസിക്കുവാൻ സാധിക്കണം. തീർച്ചയായും നമ്മുടെ വിശ്വാസം കടുകുമണിയോളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മലയോട് മാറിപ്പോകാൻ പറഞ്ഞാലും മാറും. നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാണെങ്കിൽ എന്തും നടക്കും. ഹന്നായുടെ ജീവിതത്തിൽ കൂടി അതാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസത്തോടെ കണ്ണുനീരോട് കൂടി ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ സന്തോഷത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു. 1 ശമൂവേൽ 1:18 പറയുന്നുണ്ട്, പിന്നീട് അവളുടെ മുഖം വാടിപ്പോയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ കഴിക്കുന്ന അപേക്ഷകളിന്മേൽ മുഖം വാടിപ്പോകരുത്. മുഖം വാടുന്ന എന്തുകൊണ്ടാണ്? നടക്കുമോ എന്നുള്ള ചോദ്യമുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞു പോവുകയല്ല. ഇന്ന് പല കുടുംബ പ്രശ്നങ്ങളിലുള്ളവരിവിടെയുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ക്ഷീണം അനുഭവിക്കുന്നവരുണ്ട്. നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുക. എന്നാൽ ദൈവസന്നിധിയിൽ നീ വിശ്വാസത്തോടുകൂടി സന്തോഷമുള്ള മുഖത്തോടുകൂടി നിന്റെ അപേക്ഷകളെ സമർപ്പിക്കുന്നുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹന്ന ഒന്നിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവൾ നേർച്ച ചെയ്തതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് കുഞ്ഞുങ്ങളെ നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചുവെന്ന്. ഇന്ന് നമ്മൾ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനെന്ത് ചെയ്യണം? 2ാം ഭാഗത്ത് ഓർമ്മപ്പെടുത്തിയതുപോലെ ഏതൊരു ചെറിയ ആവശ്യങ്ങൾ നൽകിയാലും ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവരായി തീരണം. അച്ഛൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഇല്ലിമുളം കാടുകളും പൂക്കാറുണ്ട്, കള്ളിമുൾ ചെടികളും പൂക്കാറുണ്ട്, എന്നാൽ ഒരിക്കലും പൂക്കാത്ത മനുഷ്യരുണ്ട്. ഇല്ലിമുളം കാടുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്, കള്ളിമുൾ ചെടികൾ പഴുത്ത് കായ്ച്ചു നിൽക്കുന്നുണ്ട്, എന്നാൽ പൂക്കേണ്ടതും കായ്ക്കേണ്ടതും ആരാ? ഇന്ന് മനുഷ്യരാ. എത്ര കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ ചേർത്തിരുത്തി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളുടെ അതിപ്രസരം കുഞ്ഞുങ്ങളെ ക്യാൻസർ പോലെ പടർത്തിയിരിക്കുക. മൊബൈൽ താഴെ വെക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞിടയിൽ നമ്മൾ കേട്ട വാർത്തയാ, മൊബൈൽ മാറ്റിവെക്കാൻ പറഞ്ഞ് അമ്മയുടെ തലക്കടിച്ചു. എന്ത് കാലഘട്ടമാണ്! വാഹനം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ കൊടുക്കാതിരുന്ന മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾ. 8ാം ക്ലാസ്സിലൊരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു ഈ വെക്കേഷന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇന്ന് വാശിയുടെയും മത്സരത്തിന്റെയും ഒരു കാലഘട്ടമാണ്.
ഞങ്ങളുടെ കൊട്ടാരക്കര ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ, അതായത് ഒരു 200 മീറ്ററേ ഉള്ളൂ, 4ാം ക്ലാസ് പഠിച്ച ഒരു കുഞ്ഞ് കനാലിൽ കുളിക്കാൻ പോയി. അമ്മ ജോലിക്ക് പോയി, അപ്പനും ജോലിക്ക് പോയി. ഇളയ ഒരു കുഞ്ഞാണുള്ളത്. ഈ 4ാം ക്ലാസ്സിൽ എൻ്റെ മൂത്ത മകൻ്റെ പ്രായം, ഇപ്പോൾ ഉണ്ട് 12-13 വയസ്സ്. 4ാം ക്ലാസ്സിൽ ഇവൻ കനാലിൽ കാണാൻ പോയി. ഒത്തിരി സമയം കഴിഞ്ഞാൽ വന്നത്. എല്ലാവരും പേടിച്ചിരുന്നു. അമ്മച്ചി വന്നപ്പോഴേ പറഞ്ഞു, ഇന്ന് അപ്പനിങ്ങി വരട്ടെ, അമ്മയെങ്കിൽ വരട്ടെ, നിനക്ക് കാണിച്ചു തരാം. ഇവൻ മുറിയിൽ കയറി ജനലിൽ തൂങ്ങി മരിച്ചു. വൈകിട്ട് മാതാപിതാക്കൾ വന്ന് വീട് തുറക്കുമ്പോൾ ഈ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു നല്ല ആൺകുഞ്ഞ്, നല്ല സൗന്ദര്യമുള്ള ഒരു പൈതൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറയാൻ വന്നത്, ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ ദൃഢതയില്ല. കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടമായി പോയിട്ടുള്ളത്? തീർച്ചയായും കഴിഞ്ഞ നാളുകളെ പോലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം, സാക്ഷ്യപ്പെടുത്തണം. ഇവിടെ ചുറ്റുപാടിൻ്റെ അയൽക്കാരുടെ ചോദ്യത്തിന് അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ളൊരു മനുഷ്യനാണ് എനിക്ക് കാഴ്ച നൽകിയത്. പക്ഷേ അവൻ്റെ സാക്ഷ്യം അവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ചില അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ, ചില അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങാറുണ്ട്. എന്നാൽ എപ്പോഴും അത് ഓർമ്മയിൽ വേണം. ഞങ്ങളെ പഠിപ്പിച്ചൊരച്ഛൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് പെട്ടെന്ന് അങ്ങ് മറന്നേക്കണം. നമ്മൾ ആർക്കെങ്കിലും ചെയ്താൽ, പക്ഷേ നമുക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ മരണം വരെയും അത് ഓർത്തിരിക്കണം. പറഞ്ഞതിന് അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. പലപ്പോഴും തിരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് എപ്പോഴും ഓർത്തിരിക്കും. പിന്നീട് നമ്മുടെ പ്രശ്നം എനിക്കാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായും തിരിക്കണം. നമ്മൾ മറക്കണം. നമുക്ക് ഉപകാരം ചെയ്തവരെ ഓർക്കണം. ഇവിടെ യേശു എന്ന പേരുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞവൻ മടങ്ങുകയല്ല. അവൻ വീണ്ടും ആരാണ് എനിക്ക് കാഴ്ച നൽകിയത്, അവനൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അത് സാധിക്കുകയില്ല എന്നുള്ള പഠനം അവനിലേക്ക് എത്തിച്ചേർക്കുന്നത് എവിടെയാ? 17ാം വാക്യം വായിച്ചാൽ, അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു? എന്താ? അവനൊരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു. കഴിഞ്ഞ വാക്യത്തിൽ എന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ അവർ മനുഷ്യപുത്രൻ എന്ന് പറയാഞ്ഞത്? ഞാൻ അതാ പറഞ്ഞത്, തന്ന ദാനങ്ങളെ സ്വീകരിച്ച് മറക്കുകയല്ല. പലപ്പോഴും ദൈവം അനുഗ്രഹങ്ങളെ നൽകുമ്പോൾ അനുഗ്രഹങ്ങളെ ആരാധിച്ച് ഭവനത്തിൽ വിശ്രമിക്കുന്ന വിശ്വാസികൾക്കൊരു ബദലായി നിന്നുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നു, അവനൊരു പ്രവാചകൻ കൂടിയാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വന്ന ഒരു വലിയ പ്രവാചകനാണ് ക്രിസ്തു. അവന്റെ പഠനം അവിടെയാണ് കൊണ്ടെത്തിച്ചത്. പക്ഷെ വീണ്ടും അവന്റെ സാക്ഷ്യം അവസാനിക്കുന്നില്ല. 33ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവനിതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. പള്ളി പ്രമാണിമാരുടെ, ശാസ്ത്രിമാരുടെ, പരീക്ഷന്മാരുടെ ഒക്കെ ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത്. അവനൊരു മനുഷ്യപുത്രൻ മാത്രമല്ല, അവനൊരു പ്രവാചകൻ മാത്രമല്ല, ദൈവപുത്രനായി അംഗീകരിച്ചുകൊണ്ട് അവൻ പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുവാൻ അവന് സാധിക്കുകയില്ല. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. ബഥാനിയയിലെ ലാസർ പ്രയാസപ്പെട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ സഹോദരിമാർ ആളയച്ചു എന്ന് പറയുന്നു, നിനക്ക് പ്രിയനായവൻ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് നീ എന്റെ ഭവനത്തിലേക്കൊന്ന് വരണമേ. അതാണ് 2ാം ഭാഗം നമ്മൾ വായിച്ചത്. അവിടെ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് പറയുക. മരിച്ച മനുഷ്യനെ പോലെ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള പിതാവാണ് നമ്മുടെ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ മരിച്ചുപോയ പല ആവശ്യങ്ങളും പല അത്യാവശ്യങ്ങളും ഉയർപ്പിക്കുവാൻ ശക്തിയുള്ള ഒരു പിതാവിന്റെ സന്നിധിയിലെ പ്രഭാവത്തിൽ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ദൈവസന്നിധിയിൽ നമ്മുടെ ഒരു നിമിഷം പോലും പാഴായി പോവുകയില്ല. ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭാവി തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്നുവെങ്കിൽ, ആ നിലവിളി സ്വർഗത്തിലെത്തും. നമ്മുടെ സഭയും സമൂഹവും രക്ഷ പ്രാപിക്കും. സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ കളഞ്ഞാൽ എന്ത് പ്രയോജനമാ? ഒരു പ്രയോജനവുമില്ല. തീർച്ചയായും ദൈവസന്നിധിയിൽ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മറക്കണം. 100-ൽ 90%, 80% കുഞ്ഞുങ്ങളും വളരെ ഭീകരമായ അന്തരീക്ഷങ്ങൾ കൂടി യാത്ര ചെയ്യുന്നു. വെഞ്ഞാറമ്മൂട് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമല്ലേ? എന്തൊക്കെയാണ് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടത്? നമുക്ക് ഒരു പ്രാണിയെ കൊല്ലുവാൻ ഭയമാണ്.
ഒരു കോഴിയെ കൊല്ലുവാൻ ഭയമാണ്. അങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുന്ന തലമുറയ്ക്ക് മുൻപിൽ ഒരു കൊച്ചു പൈതൽ അല്ലെങ്കിൽ ഒരു യുവജനം മനുഷ്യ ജീവനുകൾ എടുത്ത് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. എവിടെയാണ് പിഴച്ചു പോകുന്നത്? പലപ്പോഴും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുവാൻ സമയമില്ല, അല്ലേ? രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു. പലപ്പോഴും നമ്മുടെ പഴയ തലമുറയിൽ നമ്മുടെ ആശയവിനിമയം നടന്ന എവിടെയൊക്കെയാ? ഒന്നുകിൽ ഭക്ഷണ മേശയില്ല, രണ്ട് പ്രാർത്ഥന കഴിഞ്ഞുള്ള അല്പസമയം ആ പായിൽ ഇരുന്ന് മാതാപിതാക്കളുമായിട്ടുള്ള സംഭാഷണങ്ങൾ വളരെ ഉണ്ടായിരുന്നു. അന്നത്തെ കാര്യങ്ങളൊക്കെ പറയും. രാവിലെ എന്ത് നടന്നു, സ്കൂളിൽ പോയപ്പോൾ എന്ത് നടന്നു, ജോലിക്ക് പോയപ്പോൾ എന്ത് നടന്നു, ഇതൊക്കെയും സംസാരിക്കും. ഇന്ന് 4 പേർ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ 4 നേരം അവർ ഭക്ഷണം കഴിക്കും. ഒരാൾ ടി വിയുടെ മുമ്പിലായിരിക്കും, ഒരാൾ ചിലപ്പോൾ കട്ടിലായിരിക്കും. ഡൈനിങ് ടേബിളൊക്കെ ഇപ്പോൾ ഒന്ന് വെറുതെ ഇട്ടിരിക്കുക. തീർച്ചയായും പഴയ കാലത്തിലേക്ക് തിരിച്ചു വരണം. വിശ്വാസമുള്ള, പ്രാർത്ഥനയുള്ള, ഭവന പ്രാർത്ഥനയുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ഒരിക്കലും സാത്താൻ പ്രവേശിക്കില്ല. ആരാണ് സാത്താൻ? ഭവനമാകുന്ന പറുദീസയിൽ പഴുതു കണ്ടെത്തുന്നവനാ സാത്താൻ. ആ പഴുത് നമ്മളായിട്ട് തുറന്നു കൊടുക്കരുത്. തീർച്ചയായും നോമ്പ് കാലഘട്ടത്തിൽ 2 ചിന്തകൾ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചു. എൻ്റെ ദൈവത്തോട് ചേർന്ന് ദിശാബോധത്തോടെ ഈ നാടുകൾ നമ്മൾ ജീവിക്കണം. നമ്മളെ കണ്ട് നമ്മുടെ തലമുറയും നമ്മുടെ പിന്നാലെ വരും. 2 ഓർമ്മപ്പെടുത്തി, ദൈവം തരുന്ന ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് സാക്ഷ്യം, നന്ദി പറയണം. നന്ദി പറയുമ്പോൾ വീണ്ടും നന്ദി പറയുവാനുള്ള അവസരം ദൈവം നൽകും. മില്ലുകുളം കാടുകളും പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രകൃതി ഭംഗിക്ക് വേണ്ടി അത് അവനെ കൊണ്ടാകുന്നു ചെയ്യുന്നുണ്ട്. കള്ളിമുൾ ചെടികളും പഴുത്ത് കായ്ച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പൂക്കേണ്ടതും കായ്ക്കേണ്ടതും മറ്റുള്ളവരിലേക്ക് നല്ലത് പകരേണ്ടതും മനുഷ്യരാണ്. ആ മനുഷ്യരാണ് പൂത്ത് കായ്ച്ചു നിൽക്കേണ്ടത്. അപ്രകാരം ഈ നാടുകളിൽ നോമ്പിൽ ബലപ്പെട്ട് ദൈവത്തോട് ചേർന്ന് കൂടുതൽ സമയം ചെലവഴിക്കുവാനും ആ ഒരു നല്ല സ്വഭാവ സവിശേഷതകൾ ഇനിയും വിളങ്ങി ജീവിതത്തിൽ ശോഭിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം നൽകിയ സ്നേഹവും ബഹുമാനവുമുള്ള അഭിമന്യ തിരുമനസ്സിനോടും പ്രിയ അച്ഛന്മാരോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.